ഹായ് വ്യൂവേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു കടായി എടുത്ത് ചൂടാക്കാൻ വെക്കണം. ഇത് കടായിൽ എണ്ണ ചൂടാവുന്നതനുസരിച്ച് എണ്ണ ഒഴിക്കണം. എണ്ണയ്ക്കകത്ത് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാളക്കകത്ത് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലകൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് സോഫ്റ്റ് ആവുന്ന തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിനകത്തൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ആ മുട്ടയും നല്ലോണം ചിക്കി അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ പ്രധാന ഐറ്റമായ പൊറോട്ട ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനെയും കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പൊറോട്ടയും കൂടെ നന്നായിട്ട് ഇട്ട് ഇളക്കിയെടുക്കുന്ന കൂട്ടത്തിൽ ചിക്കൻ്റെ ഗ്രേവിയോ അല്ലെങ്കിൽ ചിക്കൻ്റെ പീസസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഗ്രേവി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊറോട്ട ഒന്നും കൂടെ മയം വരും. ഇച്ചിരി ഒന്ന് ആ ഗ്രേവിക്കകത്ത് നന്നായിട്ട് കുതിർന്ന് വരും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പിന്നെ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറോട്ട ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം പൊറോട്ടയൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. കഴിക്കാൻ പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.